ആ സ്റ്റോളിൽ തന്നെ അടുത്തായിട്ട് മേരി ക്യൂറിയുടെയും ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെയും ഒരു മോഡൽ ഉണ്ടായിരുന്നു. അവിടെ തന്നെ 5th സോൾവേ കോൺഫറൻസ് ഓൺ ക്വാണ്ടം മെക്കാനിക്സ് എന്നറിയപ്പെടുന്ന 1927 വെച്ച് നടത്തിയ അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ 29 ഫിസിസിസ്റ്റുകളും ഒരുമിച്ച് കൂടിയ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ 1927 നടന്ന ഈ കോൺഫറൻസിൽ പങ്കെടുത്തതിൽ 17 പേർക്ക് നോബൽ സമ്മാനം കിട്ടിയതാണ്. അന്ന് ഗ്യാദർ ചെയ്ത 29 പേരിൽ 17 പേരും നോബൽ സമ്മാനം നേടിയ ആളുകളാണ്. പിന്നീട് ഷ്രോഡിംഗേഴ്സ് കാറ്റിന്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. ഷ്രോഡിംഗേഴ്സ് കാറ്റിലെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിളിന് ഒരേ സമയം 2 സ്റ്റേറ്റുകൾ ഉണ്ടായിരിക്കും എന്നതാണ്. നമ്മൾ അത് ഒബ്സർവ് ചെയ്താൽ മാത്രമേ ഏത് സ്റ്റേറ്റ് ആണ് എന്ന് മനസ്സിലാവുകയുള്ളൂ. ഈ ഐഡിയ കുറച്ച് വിയേർഡ് ആണെങ്കിലും അതാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ വ്യൂ.